നമസ്കാരം. കേന്ദ്രമൊന്നും തരുന്നില്ല, സഹായിക്കുന്നില്ല എന്ന നിരന്തരമായ ആരോപണങ്ങൾ കേട്ട് സഹികെട്ട് കമ്മിക്കൂട്ടങ്ങളെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ചിരിക്കുകയാണ് നമ്മുടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കേരളത്തിന്റെ ആരോപണങ്ങൾക്ക് BJPയുടെ തുറുപ്പുചീട്ടായ നിർമ്മല നൽകിയ മറുപടി എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. കഴിഞ്ഞ വർഷത്തെ അമിത വായ്പ ക്രമീകരിച്ചതിന് ശേഷവും കടം വാങ്ങാൻ സാമ്പത്തികമായി അർഹതയുണ്ടെന്ന് കേരള സംസ്ഥാനത്തിന് ഈ ഘട്ടത്തിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. കടം വാങ്ങാൻ കൂടുതൽ സാമ്പത്തിക ഇടമുണ്ടെന്ന് അവർ കരുതി ഞങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് പൈസ ഇല്ലാത്തതുകൊണ്ട് ഫണ്ട് തരൂ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് തരാൻ പറ്റില്ല. അവർ കോടതിയിൽ പോയി. കോടതി പറഞ്ഞു പ്രഥമ ദൃഷ്ട്യാ ഞങ്ങൾ അങ്ങനെ വേർതിരിവൊന്നും ചെയ്യുന്നതായിട്ട് അവർക്ക് കാണാൻ പറ്റിയില്ല എന്ന്. ശരിയാണ്. കേരളത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ കേന്ദ്രം ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം പദ്ധതികൾ കേരളത്തിൽ പ്രായോഗികമാക്കിയിട്ടുണ്ട്, അതൊക്കെ ഇവർ മറന്നുപോയി. 2022-23 ബഡ്ജറ്റ് പുറത്തുള്ള കടമെടുക്കലും കഴിഞ്ഞ വർഷങ്ങളിലെ അമിത വായ്പകൾക്കുള്ള ക്രമീകരണവും ഉൾപ്പെടുത്തിയതിനു ശേഷം സംസ്ഥാനത്തിന് ഉപയോഗിക്കാത്ത സാമ്പത്തിക ഇടമില്ലെന്നും സംസ്ഥാനം അതിൻ്റെ സാമ്പത്തിക ഇടം അമിതമായി ഉപയോഗിച്ചിട്ടുണ്ടെന്നും ഇന്ത്യൻ യൂണിയന്റെ വാദത്തിൽ ഞങ്ങൾക്ക് പ്രഥമ ദൃഷ്ട്യാ യോഗ്യതയുണ്ട്. ആ കാര്യം പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവർക്ക് ഒരുപാട് കടം കേന്ദ്രം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനിയും വേണം എന്ന് പറയുന്നത് ഈ കടം ഒന്നും തന്നെ ഇവർ തിരിച്ചടയ്ക്കുന്നില്ലല്ലോ. ഈ കടം എടുത്ത പൈസ എങ്ങോട്ട് പോകുന്നെന്നും ആർക്കും അറിഞ്ഞൂടാ. സംസ്ഥാനങ്ങൾ ദുരിതത്തിലാകാതിരിക്കാൻ ഞാൻ അവരുമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ആർട്ടിക്കിൾ 293 പ്രകാരം എനിക്കെൻ്റെ പരിധികളുണ്ട്. ഇതെൻ്റെ ധാരണയല്ല, കോടതി പറഞ്ഞ കാര്യങ്ങളാണിത്. അതായത് എനിക്ക് ഈ കേരളത്തിനെ സഹായിക്കണമെന്നുണ്ട്, പക്ഷേ എനിക്ക് എൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ടെന്നാണ് നിർമ്മല സീതാരാമൻ പറയുന്നത്. അത് ശരിയാണ്, കോടതി പറഞ്ഞിട്ടുള്ള കാര്യവുമാണ്. കേരള സംസ്ഥാനം ധനകാര്യത്തെക്കുറിച്ചുള്ള CAGയുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ നിന്നുള്ള അവസാന ഉദ്ധരണിയും അത് ശരിവെക്കുന്ന ഒന്നാണ്. ഞാനിത് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചിരുന്നതല്ല, പക്ഷേ കേന്ദ്ര സർക്കാർ കേരളത്തോട് വിവേചനം കാണിക്കുന്നു എന്ന് നിങ്ങൾ ആവർത്തിച്ച് ആരോപിക്കുമ്പോൾ ഞാനിത് പറയാൻ നിർബന്ധിതയാണ്. ഇതെന്ന് പറഞ്ഞാൽ ചൊറിഞ്ഞ് വാങ്ങിച്ചു കൂട്ടി, അതാണ് സംഭവം. CAG ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് ഇനി പറയാൻ പോകുന്നത്. 22-ലും 23-ലും കേരളത്തിന്റെ കടം വരുമാനത്തിന്റെ 97.88% കുടിശ്ശികയുള്ള കടം തിരിച്ചടയ്ക്കാൻ ഉപയോഗിച്ചു. ഇത് സംസ്ഥാന സർക്കാരിന്റെ മോശം ക്യാഷ് മാനേജ്മെന്റിനെ സൂചിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഓട്ടക്കൈയാണല്ലോ. CAG റിപ്പോർട്ടിൽ നിന്ന് രണ്ടാമത്തെ നിരീക്ഷണമാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് സംസ്ഥാന സർക്കാർ 94,649 കോടി രൂപ അല്ലെങ്കിൽ അതിന്റെ കണക്കാക്കിയ റവന്യൂ വരുമാനത്തിന്റെ 70% പ്രതിബദ്ധത ചെലവുകൾക്കായി അനുവദിച്ചു. അതായത് ശമ്പളം, പലിശ, പെൻഷൻ എന്നിവ. അതൊരു പ്രതിബദ്ധതയുള്ള ചെലവാണ്. അതിനാൽ തീർച്ചയായും വരുമാനം മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. നിങ്ങളുടെ വരുമാനം മെച്ചപ്പെടുത്തേണ്ടി വരും. ആവശ്യമെങ്കിൽ എനിക്ക് അർഹമായത് ഞങ്ങൾ നൽകാത്തത് കൊണ്ടാണെന്ന് നിങ്ങൾക്ക് നിരന്തരം പറയാൻ കഴിയില്ല. അതായത് ഫുൾ രേഖകളും ഉണ്ട്. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി UDFന്റെയും LDF സർക്കാരിന്റെയും വീണ്ടും വിചാരമില്ലാത്ത നയങ്ങളുടെ ഫലമാണ്. കേന്ദ്ര സർക്കാരിന്റെ പിഴവല്ല എന്ന് കരുതി കേരളത്തിന് വേണ്ടി ചെയ്യുന്നത് ഞങ്ങൾ നിർത്തിയോ? ഇല്ല. ഞാൻ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി മോദി സംസ്ഥാനങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നില്ല. അദ്ദേഹം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്നു. അങ്ങനെ 2004 ഓഗസ്റ്റിൽ പറഞ്ഞതുപോലെ പാലക്കാട്ടിലെ വ്യാവസായിക മേഖലയ്ക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും വേർതിരിവൊന്നും ഇല്ല മോദിക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് കേരളത്തിനോട് വേർതിരിവൊന്നും ഇല്ല എന്നുള്ള കാര്യമാണ് ഇവിടെ നിർമ്മല സീതാരാമൻ വ്യക്തമാക്കുന്നത്. RCS ഉഡാൻ പദ്ധതിയുടെ കീഴിൽ പ്രവർത്തനക്ഷമമാക്കിയ കണ്ണൂർ വിമാനത്താവളം, കോട്ടയത്ത് ഗ്രീൻഫീൽഡ് വിമാനത്താവളം നിർമ്മിക്കുന്നതിന് സെന്റ് ക്ലിയറൻസ് നൽകി. 2014 മുതൽ കേരളത്തിൽ 1300 കിലോമീറ്ററിലധികം ദേശീയപാത നിർമ്മിച്ചു. ഭാരത്മാല ഹരിയോജനയുടെ കീഴിൽ 1126 കിലോമീറ്റർ ദേശീയപാത ഇടനാഴികൾ വികസിപ്പിക്കുന്നു. 2023 ഏപ്രിൽ പ്രധാനമന്ത്രി മോദി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ ജല മെട്രോ, 2017 പ്രധാനമന്ത്രി മോദി ഉദ്ഘാടനം ചെയ്ത കൊച്ചി മെട്രോ, 2014 മുതൽ പ്രവർത്തനക്ഷമമായ 25 കിലോമീറ്റർ റെയിൽ. ഇതെല്ലാം പഴയ കഥ. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? പണമാണിതെല്ലാം. അതിപ്പോഴും പണം തന്നെയാണ്. പഴയ കഥ എന്ന് പറഞ്ഞ് നമുക്കതിനെ തള്ളാൻ പറ്റില്ല. 60 വർഷങ്ങൾക്ക് മുമ്പ്, 60 അല്ലെങ്കിൽ അതിലും കൂടുതൽ വർഷങ്ങൾക്ക് മുമ്പ് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്ന, അതായത് കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുള്ള ആളായിരുന്നല്ലോ. നമ്പൂതിരിപ്പാടിന്റെ സർക്കാരിനെ കോൺഗ്രസ് പുറത്താക്കിയപ്പോൾ ഇന്നും അത്ര പഴയതാണോ അത് നിങ്ങൾക്ക് മറക്കാൻ ആയിട്ടുണ്ടോ? ഇന്നും ഈ റോഡുകൾ ഉപയോഗിക്കുന്നു.
നിങ്ങൾ ഇന്നും ഈ വിമാനത്താവളങ്ങൾ ഉപയോഗിക്കുന്നു. പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ പുറത്താക്കി ജനാധിപത്യത്തെ കൊലപ്പെടുത്തിയ ദിവസം ഓർക്കുന്നുണ്ടോ? ഈ സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു? അത് പഴയതാണോ അല്ലയോ? തീർച്ചയായും നിങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാണ്. നിങ്ങൾ കോൺഗ്രസുമായി സഖ്യത്തിനിരിക്കുന്ന നിങ്ങളെ പുറത്താക്കുന്നത് കോൺഗ്രസ് ആണ്. നിങ്ങളത് ഓർക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല. നിർമ്മല സീതാരാമൻ വലിച്ചു കീറി തേച്ചൊട്ടിക്കുകയായിരുന്നു കമ്മിക്കൂട്ടങ്ങളെ. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.